ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകാനുള്ള മനസ്സ് കാണിക്കണേ എന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും. ഞാൻ വർഷത്തിലൊരു വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് ഇടുമല്ലോ. അപ്പോൾ അതല്ല, ഞാൻ ഇനി ആക്റ്റീവ് ആവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബിഗ് ബോസ് റിവ്യൂ ആണ്. ഞാൻ ബിഗ് ബോസിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. എല്ലാ വർഷവും സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഒപ്പം തന്നെ റിവ്യൂ ഇടണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഴി മടി, അല്ലാതെ പ്രത്യേകിച്ച് ഒരു റീസണുമില്ല. അപ്പോൾ ഈ ഒരു വർഷമെങ്കിലും എൻ്റെ മടിയൊക്കെ മാറ്റി വെച്ച് കൃത്യമായിട്ട് റിവ്യൂ ഇടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളെല്ലാവരും കണ്ടു, ഇന്നലെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഗംഭീരമായ ലോഞ്ച് നടന്നു. നമ്മുടെ ലാലേട്ടൻ ഒരു മുണ്ടൊക്കെ എടുത്ത് പുള്ളിയുടെ ആ തനതായ സ്റ്റൈലിൽ വന്നിട്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ലുക്ക് ഇങ്ങനെ കൂടി വരികയാണല്ലേ. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടോ, കാരണം ഞാൻ ഒരു കട്ട ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, അതിലുള്ള കണ്ടസ്റ്റൻസിനെ 19 കണ്ടസ്റ്റൻസ് അതിൻ്റെ അകത്തോട്ട് കയറി പോയിട്ടുണ്ട്. ആക്ച്വലി 19 അല്ല 20. 19 മനുഷ്യരും ഒരു ആത്മാവാരാന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പിടികിട്ടിയിട്ടുണ്ടാവും. ഇനിയില്ലെങ്കിൽ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഓരോരുത്തരായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ കോമണർ എന്ന വിഭാഗത്തിലോട്ട് സെലക്ട് ആയിട്ടുള്ള നമ്മുടെ അനീഷ് തറയിൽ, അദ്ദേഹമാണ് ആദ്യമായിട്ട് ആ ഹൗസിലോട്ട് കയറിപ്പോയത്. പുള്ളി വർഷങ്ങളായിട്ട് ബിഗ് ബോസിൽ മത്സരിക്കണം എന്ന് ആഗ്രഹിച്ച് നടന്ന് സെലക്ഷൻ കിട്ടിയ ഒരാളാണ്. പുള്ളിയുടെ മെയിൻ മുദ്രാവാക്യം എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധതയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് പുള്ളി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ചിലപ്പം അതിലുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങളായിരിക്കാം മേ ബി സ്ത്രീ വിരുദ്ധത എന്ന രീതിയിലോട്ട് പുള്ളിയെ മാറ്റിയിട്ടുള്ളത്, എന്താണെന്നറിയില്ല. നല്ല ചൊറിയാനാണ്, നല്ല ചൊറിയൻ പുഴുവാണ്. ഇന്നലെ തന്നെ സെക്കൻഡായിട്ട് വന്ന ആളെ പുള്ളി ചൊറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചൊറിഞ്ഞ കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പുള്ളീൻ്റെ ഒരു സ്ട്രാറ്റജി എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരാളുണ്ടായിരുന്നു, രതീഷ് എന്ന് പറഞ്ഞിട്ട്. എല്ലാവരെയും അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ പുള്ളിയൊക്കെ നമ്മൾ ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ഔട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ബിഗ് ബോസ് എന്ന് വെച്ചാൽ ആക്ച്വലി അതാണ് വേണ്ടത്, ചൊറിഞ്ഞ് അടി ഉണ്ടാക്കുക. ഇതൊക്കെ കാണാനല്ലേ ബിഗ് ബോസ്. അല്ലാണ്ട് ഈ അതിൽ കൊണ്ടുപോയിട്ട് കുറേ കുക്കിംഗ് ചെയ്യുക, അല്ലെങ്കിൽ അടിച്ച് നനച്ച് കുടിച്ച് വരുന്നത് കാണുക, ഇതൊന്നും കാണാനല്ലല്ലോ നമ്മൾ ബിഗ് ബോസ് അല്ലേ. ആക്ച്വലി അടിയാണ് അതിൽ നമ്മൾ മെയിനായിട്ട് ആഗ്രഹിക്കുന്നത്. അടി പിടി വഴക്ക് ഇത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് ഇതുപോലെ ചൊറിഞ്ഞ് ആളുകളെ എന്താ പറയുക, ആളുകളുമായിട്ട് അടി ഉണ്ടാക്കാൻ വേണ്ടി മെനക്കെടുന്ന ആളുകളെ അതിൽ കുറേ കാലം നിർത്തണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം നെക്സ്റ്റ് വന്നിട്ട് കയറിയത് നമ്മുടെ അനുമോൾ, സ്റ്റാർ മാജിക്കിൻ്റെ സ്വന്തം അനുമോളാണ്. ക്യൂട്ട്നെസ് വാരി വിതറുന്ന നമ്മുടെ സ്വന്തം അനുക്കുട്ടി എന്ന് പറയുന്ന ആളാണ്. പുള്ളിക്കാരി എല്ലാവർക്കും അറിയാം, സ്റ്റാർ മാജിക്ക് കൂടെയാണ് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. അപ്പം നമ്മൾ അനുമോൾ കയറി പോയപ്പോൾ തന്നെ നമ്മുടെ അനീഷ് നല്ല രീതിക്കൊരു ചൊറിച്ചിൽ കൊടുത്തിട്ടുണ്ട്. അതായത് സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്നല്ലോ, അതായത് നേരിട്ട് കാണാൻ അത്രയും ലുക്കില്ലല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. ഒരു പെണ്ണിനെ ചൊറിയാൻ ഇതിലും വലിയൊരു മാർഗ്ഗമില്ല. ചത്താൽ പോലും അനുമോള് ആ പറഞ്ഞത് മറക്കാൻ പോകുന്നില്ല. അതിനുള്ളത് അനുമോള് നിങ്ങൾക്ക് തന്നെ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അനീഷ് നല്ല രീതിക്ക് ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയത് ഇതുകൊണ്ടാണ്. അപ്പോൾ നെക്സ്റ്റ് കണ്ടസ്റ്റൻറ്റ്, മൂന്നാമത്തെ ആൾ കയറിപ്പോയത് ആര്യൻ കദൂരിയ. സുമുഖനും സുന്ദരനും ഭയങ്കര എന്താ പറയുക, ഒരു മോഡൽ ഒക്കെ ആണെന്ന് തോന്നുന്നു. മോഡൽ മാത്രമല്ല, പുള്ളി ഒരു ആർട്ടിസ്റ്റ് കൂടെയാണ്, ഐ മീൻ ആക്ടർ കൂടെയാണ്. 1983 നിവിൻ പോളിൻ്റെ പടത്തിലൊക്കെ പുള്ളി അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന ടീമുകളൊക്കെ എന്ന് വെച്ചാൽ ലവ് ട്രാക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. കാരണം നമുക്കറിയാം, ഈ ലവ് ട്രാക്ക് എന്ന് പറയുന്ന സംഭവത്തിന് ഭയങ്കര വ്യൂവർഷിപ്പാണ്. ഈ പ്രണയം, അതുവഴി അവരുടെ സംസാരം, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രീനിഷ് പേളിയാണ് ആ ഒരു സംഭവം ഫസ്റ്റായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ പിടിച്ചിട്ട് എല്ലാ വർഷവും ഇതുപോലെ ഒരു പ്രണയം മുട്ടിട്ട് വളരാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറച്ച് ആൾക്കാരെ കൊണ്ടുപോകാറുണ്ട് സ്ഥിരമായിട്ട്. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ആളാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം അർജുൻ എന്ന് പറഞ്ഞാൽ അതേപോലത്തെ ഉള്ളൊരു മോഡൽ ആയിട്ടുള്ള ആളാണ് നമ്മുടെ ആര്യൻ എന്ന്. പുള്ളി നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് വന്നിട്ട് സരിക കലാഭവനാണ്. പുള്ളിക്കാരി ഈ കോമഡി സ്കിറ്റിലൊക്കെ സ്ഥിരമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ്. പുള്ളിക്കാരി ഏഷ്യാനെറ്റിൻ്റെ ഒരു സ്ഥിരമായിട്ട് കുറച്ച് പേരെ എടുക്കാറുണ്ടല്ലോ, ആ കൂട്ടത്തിലുള്ള ഒരാളാണ്. ഏഷ്യാനെറ്റിലെ മിക്കവാറും കോമഡി സ്കിറ്റിലൊക്കെ കാണുന്ന ഒരു ആളാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്താ പറയുക, നല്ല രീതിക്ക് ഫൺ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ കഴിയും എന്ന് വിചാരിക്കണം. നെക്സ്റ്റ് വന്നിട്ട് അക്ബർ ഖാൻ എന്ന് പറഞ്ഞ ഒരു സിംഗറാണ്. പുള്ളി ഒരു സ്റ്റേജ് ഷോയും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു സിംഗറാണ്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് കാര്യങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞത്. കണ്ടു തന്നെ അറിയാം അവിടെ പോയിട്ട്. കാരണം ഈ പറയുന്ന ഇൻട്രൊഡക്ഷനിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, തള്ളി മറിക്കുന്ന ആൾക്കാർ അവിടെ പോകുമ്പോൾ വളരെ വാഴ പോലെ ഇരിക്കുന്നതാണ് കാണാറുള്ളത്. സ്ഥിരം അങ്ങനെ തന്നെയാണ്, കണ്ടറിയാം എന്താണെന്നുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് RJ ബിൻസിയാണ്.
പുള്ളിക്കാരി കർത്താവിൻ്റെ സ്വന്തം ആളാണ്. കർത്താവിനെയൊക്കെ വളരെയധികം പ്രാർത്ഥിച്ച് ഒക്കെയാണ് പോയിട്ടുള്ളത്. വളരെ പുള്ളിക്കാരി ആർജയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആർജകൾക്കൊക്കെ ഈ സംസാരിക്കാനൊന്നും പ്രത്യേകിച്ച് ഒരു തട്ടുമുട്ടൊന്നും ഇല്ലാതെ സംസാരിക്കാൻ പറ്റുമെന്നാണ് കേട്ടിട്ടുള്ളത്. പുള്ളിക്കാരിയുടെ പെർഫോമൻസ് നമുക്ക് കണ്ടിട്ടൊക്കെ നല്ലൊരു ചാം ആയിട്ടുള്ളൊരു ലേഡിയാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒനീൽ സാബു. എനിക്ക് ആ പേര് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. ഒനീൽ സാബു എന്നാണ് പറഞ്ഞത്. പ്രത്യേക തരം പേരാണ്. പുള്ളി വന്നിട്ട് ഒരു എന്താ പറയുക അഡ്വക്കറ്റാണ്, പ്രൊഫഷണലി അഡ്വക്കറ്റാണ്. മാത്രമല്ല നല്ലൊരു ഷെഫ് കൂടെയാണ്. അപ്പോൾ ലാലേട്ടന് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്നോ എന്തൊക്കെ പറയട്ടെ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമുണ്ട് ഈ കിച്ചണിൽ പോയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഭവങ്ങൾ ഉണ്ടാക്കി. അതല്ല ആക്ച്വലി ബിഗ് ബോസിൽ അതല്ലല്ലോ നമ്മൾ കാണാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അവിടെ പോയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു, ലക്ഷ്മി പ്രിയോ ഒക്കെ ഉണ്ടായിരുന്നു. ചുമ്മാ ഇങ്ങനെ കുക്ക് ചെയ്യുക, എന്നിട്ട് അതിങ്ങനെ ആളുകൾക്ക് വിതരണം ചെയ്യുക, ഞാൻ ഭയങ്കര കുക്കാണെന്ന് കാണിക്കാം. അതിന് പിന്നെ കുക്കറി ഷോയ്ക്കൊക്കെ പോകല്ലേ നല്ലത്. ഈ പറയുന്ന ബിഗ് ബോസിലോട്ട് വന്നിട്ട് ഇത് കാണിച്ചിട്ട് എന്താണ് കാര്യം, സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ലാലേട്ടൻ പറയുന്നത് കേട്ടു. ഈ പറയുന്ന ആളോട് പ്രത്യേകതരം പേരാണ്. ഈ പേരിനെ വെച്ചിട്ടും നമ്മുടെ അനീഷ് ചൊറിയുന്നുണ്ടായിരുന്നു കേട്ടോ പുള്ളിയെ. അടുത്തത് വന്നിട്ട് നമ്മുടെ ബിന്നി നോബിളാണ്. പുള്ളിക്കാരി ഒരു ആക്ടർ, ഇതുപോലെ പറയുന്ന മാതിരി ഒരു സീരിയൽ ആക്ട്രസ്സാണ്. ഏത് സീരിയലാണെന്ന് എനിക്കറിയില്ല, ഇപ്പോൾ ഒരുപാട് സീരിയൽ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല പുള്ളിക്കാരി MBBS ചൈനയിൽ നിന്ന് അതാണ് പ്രൊഫഷണലി പുള്ളിക്കാരി ഒരു ഡോക്ടറാണ്. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാതെ അത് ഇതായിട്ട് ഇപ്പോൾ ആക്ടിങ് എന്ന രീതിയിലാണ് സിനിമയിലൊക്കെ കയറാനാണ് പുള്ളിക്കാരിയുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു. അത് ബിഗ് ബോസ് വഴി സിനിമയിൽ കയറുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശം. നെക്സ്റ്റ് വന്നിട്ട് അഭിലാഷ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഒരു ഇൻഫ്ലുവൻസറാണ്. അഭിശ്രീ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലും പിന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ട്. പുള്ളിയുടെ ഇങ്ങനെ ഒരു കാലിന് സ്വാധീനം ഇല്ലാത്ത ഒരാളാണ്. അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ അത് നമുക്ക് ഒരിക്കലും തോന്നില്ല കേട്ടോ. നല്ല ക്രിക്കറ്ററാണ്, നല്ല രീതിയിൽ ഡാൻസ് ചെയ്യും. അപ്പോൾ പുള്ളിയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ള ആളുകൾക്കും ഇതൊക്കെ ചെയ്യാം എന്നുള്ളത് കാണിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പുള്ളിയുടെ ഉദ്ദേശം എന്നാണ് പറഞ്ഞത്. നന്നായിരിക്കട്ടെ, നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വന്നിട്ട് റെന ഫാത്തിമയാണ്. റെന ഫാത്തിമ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ തന്നെയാണ്. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പോയിട്ട് ഇപ്പോൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് അത്യാവശ്യം ഫോളോവേഴ്സും വ്യൂസൊക്കെ ഉള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഒരു ക്യൂട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വന്നിട്ട് മുൻഷി രഞ്ജിത്താണ്. അതായത് മുൻഷി എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക, വിമർശനത്തിൽ കൂടെ കോമഡിയിൽ കൂടെ ആളുകളെ രാഷ്ട്രീയത്തിനൊക്കെ വിമർശിച്ചിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ഏഷ്യാനെറ്റിൽ. അപ്പോൾ അതിലുള്ള ഒരു ആളായിരുന്നു മുൻഷി രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. പുള്ളി ഇത് പറഞ്ഞ മാതിരി നല്ല രീതിയിൽ ഫണ്ണായിട്ടുള്ള എലമെൻറ്റ്സ് കൊണ്ടുവരും എന്ന് വിചാരിക്കണം. പുള്ളി നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ കഴിയുന്ന ഒരാളാണെന്ന് കണ്ടിട്ട് തോന്നി. നെക്സ്റ്റ് വന്നിട്ടാണ് നമ്മുടെ ഒരു മോഡൽ വന്നിട്ടുണ്ട്. ജിസൽ തക്രാൽ എന്നാണ് പറഞ്ഞത്. ഒരു പക്കാ മോഡൽ, നല്ല ഹൈറ്റും നല്ല ലുക്സൊക്കെ ആയിട്ടൊരു ലേഡി. അവരൊരു മോഡൽ, മുംബൈക്കാരിയാണ്, അല്ല ആലപ്പുഴക്കാരിയാണ് ആക്ച്വലി. പക്ഷേ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് മുംബൈയിലാണ്. അതുമാത്രമല്ല ഹിന്ദി ബിഗ് ബോസിലുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് കൂടിയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് ആ ഒരു ബിഗ് ബോസിൻ്റെ എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളാണ്. അച്ഛൻ പഞ്ചാബിയും അമ്മ മലയാളിയും എന്നാണ് പറഞ്ഞത്. അതാണ് ആ കുട്ടിയുടെ ലുക്കിൻ്റെ രഹസ്യം. നെക്സ്റ്റ് വന്നിട്ട് ശാരികയാണ്. ശാരികയെ നമുക്ക് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ല രീതിക്ക് നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരാളാണ്. കാരണം പുള്ളിക്കാരി ഈ ഗസ്റ്റുകളെയൊക്കെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂ നടത്തുന്ന ആളാണ്. അതായത് ഇങ്ങനെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അവരെങ്ങനെ ദേഷ്യം പിടിപ്പിച്ച്, അതാണ് പുള്ളിക്കാരിയുടെ ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരുടെ ക്വസ്റ്റ്യൻസൊക്കെ വളരെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ നെഗറ്റീവ് കമൻസും കിട്ടാറുണ്ട്. അപ്പോൾ ആള് കയറിപ്പോയിട്ടുണ്ട്. അത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നെഗറ്റീവ് ഇമേജുള്ള പലരും ബിഗ് ബോസിൽ പോയിട്ട് വളരെ പോസിറ്റീവായി വന്നിട്ടുണ്ട്. ഉദാഹരണം തന്നെ നമ്മുടെ രജിത് സാർ അങ്ങനെ ഒരാളായിരുന്നു. ഇവിടുന്ന് കയറുമ്പോൾ വളരെ നെഗറ്റീവായിരുന്നു. പക്ഷെ അതിൽ പോയിട്ട് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്ത് ഒരുപാട് ഫാൻ ബേസൊക്കെ ഉണ്ടാക്കിയെടുത്ത ആളാണ്. ഞാനൊക്കെ പുള്ളിയുടെ ഒരു കട്ട ഫാനായിരുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഷാനവാസ് ഷാനുവാണ്. പുള്ളിക്കാരനും ഒരു ആക്ടറാണ്, എല്ലാവർക്കും അറിയാം, സീരിയൽ ആക്ടറാണ്. കുങ്കുമപ്പൂവ് എന്ന് പറഞ്ഞ സീരിയൽ കൂടെയാണ് പുള്ളി വന്നിട്ടുള്ളത്. പിന്നെയും ഒരുപാട് നല്ല നല്ല ഭയങ്കര പോപ്പുലറായിട്ടുള്ള ഒരു സീരിയൽ ആക്ടറാണ്. ഭയങ്കര ജിമ്മനാണ് ആൾ. അപ്പോൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ വരുമ്പം പുള്ളിക്കാരനെ ഒന്ന് പിടിച്ചു കെട്ടാൻ മറ്റുള്ളവർ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. നെക്സ്റ്റ് വന്നിട്ട് നെവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. നെവിൻ ജോർജ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഇങ്ങനെ എന്താ പറയുക, എനിക്ക് തോന്നുന്ന റിയാസ് സലീം ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു കാറ്റഗറിയാണ് കണ്ടിട്ട് തോന്നിയത്. കാരണം പുള്ളി ഇങ്ങനെ ലേഡീസ് ഇടുന്ന മാതിരിയുള്ള ഹീൽസൊക്കെ ഇട്ടിട്ട് ഫാഷൻ ഷോ ഒക്കെ നടത്തുന്ന രീതിയിലുള്ള കുറേ പരിപാടികളൊക്കെ കണ്ടിരുന്നു. ആൾ ഭയങ്കര ഒരു കാറ്റ് ലവറാണ്.
ഒരുപാട് പൂച്ചകൾ വീട്ടിലുണ്ട്. അപ്പോൾ എല്ലാവരെയും മാന്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അകത്തോട്ട് കയറിപ്പോയിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആദില അന്നൂറ. കുറച്ച് വിവാദപരമായിട്ട്, അതായത് ലെസ്ബിയൻ കപ്പിൾസാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളും ഒക്കെ. കാരണം നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും അതുപോലെയുള്ള ആളുകളെ കംപ്ലീറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് അവരുടെ കമൻറ്റ് ബോക്സ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് ഇവരെങ്ങനെയാണ് ബിഗ് ബോസിൽ പെർഫോം ചെയ്യാൻ പോകുന്നത്. കാരണം അത്യാവശ്യം നല്ല നെഗറ്റീവുള്ള ആളുകളാണ്. അപ്പോൾ അവരെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർ എന്തായിരിക്കും എന്ന് അറിയാൻ നമ്മുടെ ഒരു നോർമൽ നമ്മൾ കാണുന്ന ഒരു ഇതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ പെർഫോമൻസ് കാണാൻ എനിക്കും വലിയ ആഗ്രഹമുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷാണ്. ഈ പറഞ്ഞ ആൾ മുന്നേ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തത് കണ്ടിട്ടുണ്ടാവുമായിരിക്കും ചിലരൊക്കെ. അമൃത TV-യിൽ അമ്മയും മകളും അങ്ങനെ എന്തായിരുന്നു ഇതിൻ്റെ പേര്. അതിൽ വന്ന് അവരും അവരുടെ അമ്മയും കൂടെ പങ്കെടുത്തിരുന്നു. പക്ഷേ അവർ 5th പ്രൈസാണ് അവർക്ക് കിട്ടിയത്. അവർ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. അത് കിട്ടാതെ 5th പ്രൈസ് കൊടുത്തപ്പോൾ ആ ഒരു മൊമെൻറ്റോ മേടിക്കാതെ അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോവും. അന്ന് ശ്വേതാ മേനോനൊക്കെ കുറച്ച് അവരെക്കുറിച്ച് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയും അങ്ങനെ കുറച്ച് വിവാദമൊക്കെ ഉണ്ടാക്കിയ ഒരു ആൾ തന്നെയാണ് ഓൾറെഡി. അപ്പോൾ ഭയങ്കര കുറച്ച് നെഗറ്റീവും സൈബർ ബുള്ളിങ് ഒക്കെ അവർക്ക് അത് കാരണം നേരിടേണ്ടി വന്നിരുന്നു. അതായത് അഹങ്കാരമാണ്. പിന്നെ ഫസ്റ്റ് പ്രൈസ് നേടാൻ മാത്രമൊന്നും ഒരു പെർഫോമൻസും ഉണ്ടായിട്ടില്ല, എന്നിട്ടും ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാതെ പോരുന്നത് അവരെ എല്ലാവരെയും ഇൻസൾട്ട് ചെയ്യുന്ന രീതിക്കാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സൈബർ ബുള്ളിങ് ഓൾറെഡി നേരിട്ട ഒരാളാണ്. അതുമാത്രമല്ല അഡ്വക്കേറ്റ് കൂടെ ആകുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ ഉള്ള കഴിവുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ് ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ്. ഞാനും ഇത് തന്നെയാണ് നോക്കിയിരുന്നത്, ഈ പുള്ളിക്കാരി ഉണ്ടോ എന്നുള്ളത്. കാരണം അത്രത്തോളം വിവാദം പുറത്ത് ഉണ്ടാക്കിയിട്ടാണ് പുള്ളിക്കാരി അതിൻ്റെ അകത്തോട്ട് പോയിരിക്കുന്നത്. നമ്മുടെ വൺ ആൻഡ് ഓൺലി രേണുസുധിയാണ്. ഈ ഒരാളെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് യൂട്യൂബേഴ്സാണ് കാത്തിരിക്കുന്നത്. അത് നമ്മുടെ ബിഗ് ബോസുകാർക്ക് നന്നായിട്ട് അറിയാം. ഈ പുള്ളിക്കാരിയെ കയറ്റിയാൽ നല്ല രീതിക്ക് വ്യൂവർഷിപ്പ് ഉണ്ടാവും. അതിപ്പോൾ നെഗറ്റീവ് റിവ്യൂ പറയാനാണെങ്കിൽ പോലും ഇഷ്ടം പോലെ വ്യൂവർഷിപ്പ് കിട്ടുന്നവർക്ക് നന്നായിട്ട് അറിയാം. കാരണം രേണുസുധീൻ്റെ ഒരു മാർക്കറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് റിവ്യൂ ചെയ്യുന്ന ആളുകളുടെ വീഡിയോ, ഈ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആളുകളുടെ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഈ രേണുസുധി എന്ന് ഇടുന്ന വീഡിയോയ്ക്ക് എത്രമാത്രം വ്യൂ ഉണ്ട് എന്നുള്ളതും മറ്റ് വീഡിയോസിനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ അത് കണ്ടാൽ തന്നെ അറിയാം. എനിക്ക് ആദ്യം തോന്നിയിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഇവർ ബിഗ് ബോസിലില്ല, ഒഴിവാക്കി എന്നൊക്കെ പറയാനായിട്ടിരുന്നു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ഇവരില്ലാതെ ഈ ഒരു വർഷത്തെ ബിഗ് ബോസ് ഉണ്ടാവില്ല എന്നുള്ളത്. 19 ആൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് അപ്പാനി ശരത്താണ്. ആളൊരു ആക്ടറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്കമാലി ഡയറീസിലൊക്കെ ഉള്ള നല്ലൊരു ആക്ടറാണ്. ഇപ്പം അത്ര ആക്റ്റീവ് അല്ലാന്ന് തോന്നുന്നു, അതായിരിക്കാം മേ ബി ബിഗ് ബോസിലൊക്കെ വന്നത്. അപ്പോൾ ഇത്രയും 19 പേരാണ് അതിൻ്റെ അകത്തോട്ട് കയറിപ്പോയിട്ടുള്ളത്. പിന്നെ 20ാമത്തെ ഒരു ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ സുധിച്ചേട്ടനെ, കൊല്ലം സുധി. കാരണം രേണുസുധി നമ്മുടെ കൊല്ലം സുധിയുടെ ആത്മാവിനെയും കൊണ്ടിട്ടാണ് അതിൻ്റെ അകത്തോട്ട് പോയിട്ടുള്ളത്. അവർ അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ സുധിച്ചേട്ടാ ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ അതിൻ്റെ അകത്തോട്ട് കയറുന്നത് തന്നെ. ഞാനിങ്ങനെ അല്ലെങ്കിൽ ഈ സുധി എന്ന് പറഞ്ഞ ആൾ, ഈ ആത്മാവൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ദിവസം തുമ്മുന്ന ആത്മാവ് ഈ സുധിയായിരിക്കും. കാരണം ഈ മനുഷ്യൻ്റെ പേര് വലിച്ചിടാത്ത ഒരു ദിവസം പോലും ഇല്ല. മരിച്ചതിന് ശേഷം ഇത്രത്തോളം തുമ്മിയ ഒരു ആത്മാവ്, തുമ്മി ചാവുന്നുണ്ടാവും അവിടെ കിടന്നിട്ട്. അത്രയും അയാളുടെ പേര് ഡെയിലി ആൾക്കാർ പറഞ്ഞ് അപ്പം അദ്ദേഹത്തിനെയും കൊണ്ടാണ് നമ്മുടെ രേണുസുധി അതിൻ്റെ അകത്തോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഒരു ഗെയിം ഇവർ ഓൾറെഡി കളിച്ചിട്ടാണ് അതിൻ്റെ അകത്തോട്ട് പോയിട്ടുള്ളത്. ഈ ഒരു ഗെയിം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കൂടെ ഉള്ള ഒരാൾ ഇവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും. അതിനനുസരിച്ച് ഇവരിങ്ങനെ മുന്നോട്ട് കണ്ണ് കെട്ടിയിട്ട് ഇങ്ങനെ പോയിട്ട് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ മറ്റൊരു പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് പോയി ഒരു ബാഡ്ജ് എടുത്തിട്ട് ഒരു ഇതെടുത്തിട്ട് കഴുത്തിലിടണം. എന്നിട്ട് പിന്നെ ഒരു റെഡ് സാധനം കൊണ്ടുപോയിട്ട് മുക്കിയിട്ട് അവിടെ കൈ പതിക്കണം. അപ്പോൾ ഇത് എത്ര പെട്ടെന്ന് ചെയ്യുന്നു, ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ആ മത്സരം. അപ്പോൾ അതിൽ ഏറ്റവും സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞത് ഫസ്റ്റ് പ്രൈസ് പോണത് നമ്മുടെ ആര്യനാണ്, സെക്കൻഡ് പോണത് ബിന്നി നോബിളിനാണ്, തേർഡ് പോണത് നമ്മുടെ ഷാനവാസ് എന്ന് പറഞ്ഞ ആൾക്കാണ്. അപ്പോൾ ഈ 3 പ്രൈസും കിട്ടിയ ആളുകൾക്ക് ഒരു ബാഡ്ജ് അവിടുന്ന് കൊടുക്കുന്നുണ്ട് കയ്യിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു സംഭവം. അപ്പോൾ അത് കിട്ടിയവർക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ അവർ കൊണ്ടുപോയ അവരുടെ പെട്ടി യൂസ് ചെയ്യാം, അവരുടെ സാധനങ്ങളും അവരുടെ ഡ്രസ്സുകൾ ആ പെട്ടി യൂസ് ചെയ്യാം. ഇതിൽ ഒരു പ്ലേസും കിട്ടാത്ത ആളുകൾക്ക് അവർ ബിഗ് ബോസ് ഒരു പെട്ടി കൊടുക്കുക ചെയ്യണം. അതിലെന്ന് വെച്ചാൽ വളരെ പരിമിതമായിട്ടുള്ള സാധനങ്ങളേ ഉള്ളൂ. ഒരു യൂണിഫോമായിട്ട് ഒരു ഡ്രസ്സ് ഉണ്ട്, അല്ലാതെ ഇവർ കൊണ്ടുപോയ സാധനങ്ങളൊന്നും ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ കൊണ്ടുപോയ സാധനം ഇവർക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക, ഈ കയ്യിൽ കെട്ടിയിരിക്കുന്ന അത് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റിയെടുക്കണം. അപ്പോൾ ഈ വിന്നേഴ്സിന് സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ പോലും ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. കാരണം ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇത് വന്നിട്ട് അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. അപ്പോൾ പിന്നെ ഇവർക്ക് ഇവരുടെ പെട്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ ബിഗ് ബോസ് കൊടുക്കുന്ന പരിമിതമായ സൗകര്യമുള്ള പെട്ടിയെ എടുക്കാൻ പറ്റുള്ളൂ, മറ്റേത് അവർ തിരിച്ചു കൊണ്ടുപോകും. ഈ അടിച്ചു മാറ്റിയ ആൾക്കാർക്ക് സ്വന്തം പെട്ടി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് തന്നെ നല്ലൊരു ഫിസിക്കൽ അറ്റാക്കിനൊക്കെ സ്കോപ്പുള്ള ഒരു ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് നോക്കാം.
അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. ബൈ.